എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫ് 303 പേജ് 84 മുതൽ 97 വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഞാൻ സാജ്ര, കൂടെ അൻസിദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകുകയും എല്ലാ കാര്യത്തിനുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഫഅത്ബഅ സബബാ. അങ്ങനെ അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു. ഹത്താ ഇദാ ബലഗ മഗ്രിബ അശ്ശംസി വജദഹാ തഗ്റുബു ഫീ ഐനിൻ ഹമിഅത്തിൻ വവജദ ഇൻദഹാ ഖൗമാ. ഖുൽനാ യാ ദൽ ഖർനൈനി ഇമ്മാ അൻ തുഅദ്ദിബ വഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്നാ. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. അതിന്റെ അടുത്ത ഒരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തോട് നാം പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, ഒന്നുകിൽ നിനക്ക് ഇവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം. ഖാല അമ്മാ മൻ ളമ ഫസൗഫ നുഅദ്ദിബുഹു സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി ഫയുഅദ്ദിബുഹു അദാബൻ നുക്റാ. അദ്ദേഹം ദുൽഖർനൈൻ പറഞ്ഞു, എന്നാൽ ആർ അക്രമം പ്രവർത്തിച്ചുവോ അവനെ നാം ശിക്ഷിക്കുന്നതാണ്. പിന്നീട് അവൻ തന്റെ രക്ഷിതാവിങ്കിലേക്ക് മടക്കപ്പെടുകയും അപ്പോൾ അവൻ ഗുരുതരമായ ശിക്ഷ അവന് നൽകുകയും ചെയ്യുന്നതാണ്. വഅമ്മാ മൻ ആമന വഅമില സ്വാലിഹൻ ഫലഹു ജസാഅനിൽ ഹുസ്നാ വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റാ. എന്നാൽ ആർ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ അവനാണ് പ്രതിഫലമായ അതിവിശിഷ്ടമായ സ്വർഗമുള്ളത്. അവനോട് നാം നിർദ്ദേശിക്കുന്നത് നമ്മുടെ കൽപ്പനയിൽ നിന്ന് എളുപ്പമുള്ളതായിരിക്കുകയും ചെയ്യും. സുമ്മ അത്ബഅ സബബാ. പിന്നെ അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു. ഹത്താ ഇദാ ബലഗ മത്ലിഅ അശ്ശംസി വജദഹാ തത്ലുഉ അലാ ഖൗമിൻ ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റാ. അങ്ങനെ അദ്ദേഹം സൂര്യോദയസ്ഥാനത്തെത്തിയപ്പോൾ അതൊരു ജനതയുടെ മേൽ ഉദിച്ചുയരുന്നതായി അദ്ദേഹം കണ്ടെത്തി. അതിന്റെ സൂര്യന്റെ മുമ്പിൽ അവർക്കു നാം യാതൊരു മറയും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കദാലിക വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റാ. അപ്രകാരം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെപ്പറ്റി നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് നാം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് താനും. സുമ്മ അത്ബഅ സബബാ. പിന്നെ അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു. ഹത്താ ഇദാ ബലഗ ബൈന അസ്സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. അങ്ങനെ അദ്ദേഹം രണ്ട് പർവ്വതനിരകൾക്കിടയിലെത്തിയപ്പോൾ അവയുടെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു ജനതയെ അദ്ദേഹം കാണുകയുണ്ടായി. പറയുന്നതൊന്നും മിക്കവാറും അവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല. ഖാലൂ യാ ദൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. അവർ പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, തീർച്ചയായും യഅജൂജ് മഅജൂജ് വിഭാഗങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാകുന്നു. ഞങ്ങൾക്കും അവർക്കുമിടയിൽ താങ്കൾ ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കി തരണമെന്ന വ്യവസ്ഥയിൽ ഞങ്ങൾ താങ്കൾക്കൊരു കരം നിശ്ചയിച്ചു തരട്ടെയോ? ഖാല മാ മക്കന്നീ ഫീഹി റബ്ബീ ഖൈറുൻ ഫഅഇനൂനീ ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ.
അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് എനിക്ക് അധീനപ്പെടുത്തി തന്നിട്ടുള്ളത് അധികാരവും ഐശ്വര്യവും നിങ്ങൾ നൽകുന്നതിനേക്കാളും ഉത്തമമത്രേ. എന്നാൽ നിങ്ങളുടെ ശാരീരിക ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ബലവത്തായ ഒരു മതിലുണ്ടാക്കി തരാം. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. നിങ്ങൾ എനിക്ക് ഇരുമ്പ് കട്ടികൾ കൊണ്ട് വന്നു തരൂ. അങ്ങനെ ആ രണ്ട് പർവ്വത പാർശ്വങ്ങളുടെ ഇട സമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാറ്റു തൂക. അങ്ങനെ അത് പഴുപ്പിച്ച് തീപ്പൂലയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരിക്കൽ ചെമ്പ് കൊണ്ടുവന്നു തരൂ, ഞാനത് അതിന്മേൽ ഒഴിക്കട്ടെ. പിന്നെ ആ മതിൽക്കെട്ട് കയറി മറിയുവാൻ അവർക്ക് യജൂജ് മഅജൂജിന് സാധിച്ചില്ല. അതിന് തുളയുണ്ടാക്കുവാനും അവർക്ക് സാധിച്ചില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.